കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഇവിടെ നമ്മൾ ഈ ഒരു LGS പരീക്ഷയ്ക്കായിട്ടുള്ള സിലബസ് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സിലബസ് അറിഞ്ഞിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ടേക്ക് പഠിച്ചു പോകേണ്ടത്. അല്ലെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ജോലി എന്നുള്ള ഈ ഒരു സ്വപ്നം നേടിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും അല്ലെ. അതുകൊണ്ട് കൃത്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. നല്ല ഒരു റാങ്ക് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്കൊരു ജോലി ഉറപ്പാക്കുന്ന രീതിയിലുള്ള നല്ല ഒരു റാങ്ക് നമുക്ക് നേടിയെടുക്കാനും സഹായിക്കും അല്ലെ. സോ ഇവിടെ നമ്മൾ ഇന്ന് കമ്പനി ബോർഡ് LGSന് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഒരു സർപ്രൈസ് കൂടിയുണ്ട്, അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിലത്തേക്ക് പറയാം. അപ്പോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, LGSന്റെ സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും കുറെ സംശയമാണ്, LGS പരീക്ഷയ്ക്ക് പ്രിലിമിനറി പരീക്ഷ ഉണ്ടാകുമോ, മെയിൻസ് പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ളത്. നമ്മൾ നിലവിൽ റീസെന്റ് ആയിട്ട് നടക്കുന്ന PSC പരീക്ഷകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 2 ലക്ഷത്തിന് മുകളിൽ അപേക്ഷകർ വരുന്ന പരീക്ഷയ്ക്ക് PSC പ്രിലിമിനറി പരീക്ഷയും മെയിൻസ് പരീക്ഷയും നടത്താറുണ്ട്. മെയിൻ ആയിട്ടും സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു പ്രിലിമിനറിയും മെയിൻസും ഉണ്ടാകും. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള എക്സാമുകൾക്കാണ് PSC എന്ത് ചെയ്യുന്നത്, ഒറ്റൊരു പരീക്ഷ നിലവിൽ നടത്തി പോകുന്നത്. പിന്നെ ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പോൾ അവിടെയും പ്രിലിംസും മെയിൻസും എല്ലാം വരുന്നുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തായാലും കമ്പനി ബോർഡ് LGSന്റെ അപേക്ഷകരുടെ എണ്ണം വളരെ കൂടുതലാണ് അല്ലെ. അപേക്ഷിച്ച് ആ ഒരു ഇത് ലിസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒറ്റ ഒരു പരീക്ഷ എന്നുള്ള പാറ്റേൺ ആയിരിക്കത്തില്ല. തീർച്ചയായിട്ടും അവിടെ ഒരു പ്രിലിമിനറി പരീക്ഷ ഉണ്ടാകും, അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷ ഉണ്ടാകും. നമ്മൾ 10th ലെവൽ എക്സാംസ് പോലെയല്ല, ഇതൊരു 7th ക്വാളിഫിക്കേഷൻ വരുന്ന ഒരു പരീക്ഷയാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഡിഗ്രിയും ഡിഗ്രിക്കാളും ഉയർന്ന യോഗ്യതയുള്ളവർക്ക് എല്ലാം എഴുതാൻ പറ്റിയ ഒരു പരീക്ഷയാണെന്നുള്ള കാര്യവും നിങ്ങൾക്കറിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ അപേക്ഷകരുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. ഒരുപാട് പേര് ഈ പരീക്ഷയ്ക്കായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി അവർ പഠിച്ച് കുറെ മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ തുടങ്ങാൻ പോകുന്നവരെ അത് കണ്ട് ഭയക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു പഠനത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അത്രത്തോളം വേക്കൻസിയോട് കൂടി വരുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലായി എന്താണ്, പ്രിലിമിനറി പരീക്ഷയുമുണ്ട്, മെയിൻസ് പരീക്ഷയുമുണ്ട്. സോ ഇതിന്റെ സിലബസ് നമുക്കൊന്ന് എടുത്ത് അനലൈസ് ചെയ്യാം. ഓരോ പരീക്ഷകളുടെയും സിലബസ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ പുതിയതായിട്ട് PSC സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ല. നമ്മൾ ഫോളോ ചെയ്യുന്നത് തൊട്ട് മുമ്പ് നടന്ന വേരിയസ് LGSന്റെ എന്താണ് സിലബസും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGS ഒക്കെ സെയിം സിലബസ് തന്നെ ആയിരുന്നു. 10th പ്രിലിംസിന്റെ സിലബസും ഇതിന്റെ പ്രിലിമിനറി സിലബസും ഓൾമോസ്റ്റ് സെയിം ആണ് അല്ലേ. സോ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആ സെയിം സിലബസ് വെച്ച് തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അല്ലെ. സോ പ്രിലിമിനറി എക്സാം സിലബസിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് മൊത്തത്തിൽ 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അവിടെ പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് 60 മാർക്കിനാണ് എന്ത് വരുന്നത്, നമ്മുടെ ഈ ഒരു പരീക്ഷ വരുന്നത്. പൊതുവിജ്ഞാനം എത്രയാണ്, 60 മാർക്കും. സയൻസിന് 20 മാർക്കുമാണ് വരുന്നത്. പിന്നെ നമ്മുടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ് വരുന്നത്, അതിന് 20 മാർക്ക്. സോ ഒന്ന് പഠിച്ചു തുടങ്ങുന്നവർക്ക്, ഇവിടെ നിന്ന് ഒന്നും PSC എന്താണെന്ന് അറിഞ്ഞൂടാത്തവർക്ക് പോലും എന്താണ് പെട്ടെന്നൊരു ജോലി, അത് മാത്രമല്ല +2 കഴിഞ്ഞവർക്ക്, 18 വയസ്സ് പൂർത്തിയായവർക്ക് ഉടനെ ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ഒരു ഓപ്ഷൻ വേറെ കിട്ടാനില്ല. ഓക്കെ, അത്രത്തോളം പഠിക്കാൻ കടല് പോലെ ഒന്നുമില്ല. കുറച്ചു നാൾ, ഒരു 2 മാസം കൊണ്ട് നിങ്ങളൊന്ന് മെനക്കെട്ടിരുന്നാൽ പോലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സിലബസ് മാത്രമേ ഇവിടെ കമ്പനി ബോർഡ് LGSന് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം. എന്തൊക്കെയാണ് പൊതുവിജ്ഞാനത്തിൽ പഠിക്കാനുള്ളത്, സയൻസിൽ ഉള്ളത്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ ഉള്ളത് എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ നമുക്ക് 60 മാർക്കിനാണ് ഇവിടെ നമ്മുടെ GK ഏരിയ വരുന്നത്. GK എന്ന് പറയുമ്പോൾ അതിനകത്ത് കറണ്ട് അഫയേഴ്സും ഉണ്ട്, റിനൈൻസൻസും വരുന്നുണ്ട്. കേരളത്തിലെ റിനൈൻസൻസ് എല്ലാം കൂടെ മെർജ് ചെയ്ത് വരുന്ന ഒരു GK ഏരിയ ആണ് 60 മാർക്കിന് വരുന്നത്. അവിടെ ഓരോരോ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോരോ ഭാഗങ്ങൾ എടുത്ത് ഓരോരോ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ശാസ്ത്ര സാങ്കേതിക മേഖല, സയൻസ് ആൻഡ് ടെക്നോളജി ഏരിയസുമായി ബന്ധപ്പെട്ട ISRO DRDO ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട, ചന്ദ്രയാനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട ഓരോ കലകളെ പറ്റിയിട്ടും സാംസ്കാരിക കേന്ദ്ര
കേന്ദ്രങ്ങളെ പറ്റിയിട്ടും പിന്നെ നമ്മുടെ രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖലയാണ്. രാഷ്ട്രീയ മേഖലയ്ക്കകത്ത് നമ്മുടെ നിലവിലെ മന്ത്രിസഭ, മന്ത്രിമാര് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ പഠിക്കും. സാമ്പത്തിക മേഖലയിൽ നമ്മൾ എക്കണോമിക്സ്, കൂടുതലും എക്കണോമിക്സ് പഞ്ചവത്സര പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള എക്കണോമിക്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. പിന്നെ സാഹിത്യ മേഖലയിലേക്ക് വരുമ്പോഴും കൂടുതൽ കറണ്ട് അഫയേഴ്സ് കയറി വരാറുണ്ട്. നിലവിലെ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് റീസെന്റ് കിട്ടിയ അവാർഡുകളുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ സാഹിത്യ മേഖലയിൽ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് കായിക മേഖലയിലും കറണ്ട് അഫയേഴ്സ് കയറി വരാറുണ്ട്. അവിടെ കായിക മേഖലയിൽ ഓരോരോ ജേതാക്കളെ പറ്റിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. സോ അതൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ഇന്ത്യയിലെ കാര്യവും പഠിക്കണം, കേരളത്തിലെ കാര്യവും പഠിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 10 മാർക്ക് നമ്മുടെ കയ്യിൽ സെറ്റാണ്. 10 മാർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത് വെറുതെ നിങ്ങൾ സാഹിത്യ മേഖല എന്ന് പറഞ്ഞിട്ട് സാഹിത്യം മൊത്തത്തിൽ അരച്ച് കലക്കി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു PSC നിങ്ങൾ ഓഫ്ലൈനായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ, ഓൺലൈനായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ആ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അറിയാം കൂടുതലായിട്ട് എവിടം വരെ ക്വസ്റ്റ്യൻസ് പോകും, PSC എവിടം വരെ ഈ ടോപ്പിക് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ള കാര്യം അവർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. കാരണം വർഷങ്ങളായിട്ട് അവർ പ്രാക്ടീസ് ചെയ്ത് വരുന്നവരാണ്, കണ്ടുവരുന്നവരാണ്. സോ അങ്ങനെ ആരുടെയെങ്കിലും ഒരു ഗൈഡിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത പക്ഷം സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്കാണ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ നോക്കി ഇരുന്ന് ഒരുപാട് സമയം നഷ്ടമാകുന്നത്. സോ അങ്ങനെ ഇനി നമ്മളെ കയ്യിൽ നിന്ന് സമയം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള ഒരു ചാൻസ് കിട്ടണമെങ്കിൽ ഇനി ഒരു 3 വർഷം കാത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മളുടെ ഏജും കുറെയൊക്കെ മാറിയിട്ടുണ്ടാകും, കോമ്പറ്റീഷനും കൂടിയിട്ടുണ്ടാകും. ഈ ലെവലിലായിരിക്കത്തില്ല അന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പോകുന്നത്. സോ ഇത് നമ്മുടെ അവസാനത്തെ ചാൻസ് ആണ്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഇനി ഒരു ചാൻസ് ഇല്ല എന്നുള്ള മട്ടിലായിരിക്കണം നമ്മൾ പഠിച്ച് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് നമ്മുടെ കയ്യിൽ സെറ്റ് ആണ്. ഇനി രണ്ടാമതായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഏരിയ ആണ്. അതും 10 മാർക്കാണ് വരുന്നത്. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ പഠിക്കണം, അതിർത്തികളും അതിരുകളെയും പറ്റി പഠിക്കണം, ഊർജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങള്, ഇതിനെയൊക്കെ സംബന്ധിച്ച ഒരു പ്രാഥമിക അറിവ് മാത്രം മതി. ഡീപ്പായിട്ട് പോകണമെന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ബേസിക് നോളേജ് ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയാസ് പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി പഠിച്ചു. ദെൻ അടുത്തതായിട്ട് പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്കാണ്. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയും എന്താണ് 10 മാർക്കാണ് വരുന്നത്. അവിടെ എന്തൊക്കെ പഠിക്കണം? ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. 10th 12th ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററി കടലോളം പഠിക്കാൻ കിടക്കുമ്പോൾ ഇവിടെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമ്മൾ കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ആ 10 മാർക്കും നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, ദെൻ നമ്മുടെ ഭരണഘടനാ ഏരിയ ആണ് അടുത്തതായിട്ട് വരുന്നത്. പൗരന്റെ അവകാശങ്ങള്, കടമകള്, ദേശീയ ചിഹ്നങ്ങള്, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം, പിന്നെ വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ടുള്ള അറിവുകളാണ് പിന്നെ ഒരു 10 മാർക്ക് വരുന്നത്. ഇതിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. 10 മാർക്ക് നിങ്ങളുടെ കയ്യിൽ സേഫ് ആണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോകുന്നത് കേരളത്തിന്റെ ജോഗ്രഫി, കേരള ജോഗ്രഫിയിലേക്കാണ്. സോ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, ഇതൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് ആണ് കേട്ടോ. കേരളത്തിന്റെ നദികള്, കായലുകള്, വൈദ്യുത പദ്ധതികള്, വന്യജീവി സങ്കേതങ്ങൾ, ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതൊക്കെ നല്ല വൃത്തിയായിട്ട് പഠിക്കാം. നമ്മൾ ക്യാപ്സ്യൂളിലൊക്കെ ഈ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ക്യാപ്സ്യൂൾ കണ്ടിട്ടില്ലാത്തവർ എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് കാണുക. ഓക്കെ, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയ അറിവൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ദെൻ നമ്മൾ എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ, കേരള ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും, പിന്നെ കുറച്ച് വ്യക്തികളുടെ പേര് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരെ പറ്റിയിട്ട് നല്ല വൃത്തിയായിട്ട് കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു GK ഏരിയ കഴിയും. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, സാഹിത്യം, അങ്ങനെ കുറച്ച് ഏരിയാസ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ കഴിയുമ്പോഴത്തേക്കും 60 മാർക്ക് നമ്മുടെ കയ്യിൽ സേഫ് ആണ്. പിന്നീട് നമ്മൾ പോകുന്നത് ജനറൽ സയൻസിലേക്കാണ്. ജനറൽ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 10 മാർക്കിന് എന്തുണ്ട്, നാച്ചുറൽ സയൻസ് വരുന്നുണ്ട്. നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി 10th മെയിൻസ് പരീക്ഷ, 12th ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്കൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളാണ്. മനുഷ്യ ശരീരത്തെ പറ്റിയിട്ടുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളുമാണ് അവിടെ നമ്മൾ പഠിക്കേണ്ടത്. ദെൻ ഫിസിക്കൽ സയൻസ് ആണ് അടുത്തൊരു 10 മാർക്കിന് വരുന്നത്. അതും കറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാ സിലബസ്, PSCയുടെ എല്ലാ സിലബസിലും ഉള്ള സെയിം ടോപ്പിക്കുകൾ തന്നെയാണ്. ആ സെയിം ടോപ്പിക്കുകൾ പഠിച്ചാൽ നമുക്ക് അവിടെയും മാർക്ക് കിട്ടും. ദെൻ നമ്മൾ പോകുന്നത്
മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ മറ്റേതുപോലെ ഒത്തിരി ഒന്നും പഠിക്കാനുള്ള വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം. നമുക്ക് ലഘുഗണിതത്തിനകത്ത് സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ, ലസാഗു, ഉസാഗ, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതിനകത്ത് വരുന്ന ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളൊന്നും ഇവിടെ വന്നിട്ടില്ല. ഒരു 7ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിച്ച് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ടോപ്പിക്കുകൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ എബിലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം തുടങ്ങിയവയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പൊ ഇത്രയും പോർഷൻസ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്രിലിമിനറി പരീക്ഷ അങ്ങോട്ട് പോയി എഴുതും. നല്ല വൃത്തിയായിട്ട് എഴുതും, അടിപൊളിയായിട്ട് എഴുതിയിട്ട് നമുക്കൊരു കട്ട് ഓഫ് കിട്ടും. ആ മാർക്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വെറും 2 മാസം അല്ലെങ്കിൽ 3 മാസം വേണ്ട, അത്രത്തോളം സമയം പോലും വേണ്ട ഈ പോർഷൻസ് കവർ ചെയ്യാൻ. ഒരു ദിവസം ഒരു 5-6 മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് ആ ഒരു പ്രിലിമിനറി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. നല്ല പോലെ മെയിൻസും നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. പ്രിലിമിനറി പരീക്ഷ തയ്യാറെടുക്കുന്നതിലൂടെ മെയിൻസിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഒന്നും തുടങ്ങിയിട്ടില്ല, ഇനി എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് 2026 ഒരു സർക്കാർ ജോലി നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി സമയം കളയാനേ ഇല്ല, മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചു തുടങ്ങുക. അപ്പൊ ഞാൻ തുടക്കത്തിൽ ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? സോ അതെന്താന്ന് വെച്ചാല്, നിങ്ങൾ കുറെ പേര് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്റെ സ്പെഷ്യൽ ബാച്ച് ഉണ്ടോ എന്നുള്ള രീതിയിൽ കുറെ എൻക്വയറീസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ കമ്പനി ബോർഡ് LGSന്റെ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. 10th 12th ഡിഗ്രി ലെവൽ ബാച്ചസ് ഒക്കെ ആയിരുന്നു നമ്മൾ റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങളുടെ കണ്ടിന്യൂസ് റിക്വസ്റ്റ് പ്രകാരം ജനുവരി 1-ാം തീയതി ഒരു ന്യൂ ഇയർ സമ്മാനമായിട്ട് നമ്മളെ ഒരു സ്പെഷ്യൽ ബാച്ച്, എന്റെ ഒരു സ്പെഷ്യൽ ബാച്ച് ജനുവരി 1-ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്. കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബാച്ച് ആണ്. സോ നിങ്ങൾക്കൊക്കെ അതിനകത്ത് വന്ന് പഠിച്ച് എന്റെ കൂടെ തയ്യാറെടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജനുവരി 1-നുള്ള ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഡേറ്റ് അനുസരിച്ച് നമ്മൾ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻസ് സിലബസ് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ മെയിൻസ് സിലബസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നേരത്തെ ആ ഒരു ജനറൽ നോളേജ് ഒരു 60 മാർക്ക് എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് എന്തായിട്ടുണ്ട്? പൊതുവിജ്ഞാനം ഒരു 40 മാർക്കും, പിന്നെ ആനുകാലിക വിഷയങ്ങൾ കണ്ടോ, കറണ്ട് അഫയേഴ്സിന് അവിടെ ഇമ്പോർട്ടൻസ് കൂടി. 20 മാർക്കിന് നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ടുണ്ട്. ദെൻ സയൻസ്, പൊതുവിജ്ഞാനം, ലഘുഗണിതം, ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടും ഇവിടെ മെയിൻസിലേക്ക് വരുമ്പോൾ പഠിക്കാനുള്ളത്. സോ മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ എന്തോന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ പ്രിലിംസിന് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, പിന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനികൾ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്, ഭരണ സംവിധാനങ്ങളെ പറ്റിയിട്ട് വരുന്നുണ്ട്. 5 മാർക്കിനെ വരുന്നുള്ളൂ. ഓക്കെ, നേരത്തെ 10 മാർക്കിനുള്ളത് ഇവിടെ 5 മാർക്കായിട്ട് കുറഞ്ഞു. പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും 5 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ പൗരന്റെ അവകാശങ്ങളും കടമകളും, പിന്നെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ എന്നും പറഞ്ഞിട്ട് ഒരു 5 മാർക്കിന് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നേരത്തെ പോലെ തന്നെ ഒരു 5 മാർക്ക് വരുന്നുണ്ട്. പിന്നെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം അത് കുറച്ച് കൂടുതലുണ്ട്. എന്താണ്? അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, നേരത്തെ പഠിച്ചത് പ്രിലിംസിന് പഠിച്ചതൊക്കെ തന്നെയാണ്. അഡീഷണൽ ആയിട്ട് വരുന്നത് എന്താണ്? മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെയാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. സോ അവിടെ നമുക്ക് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ ആ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങളും നവോത്ഥാന നായകന്മാരുമാണ് നമുക്ക് 5 മാർക്കിന് പിന്നീട് പഠിക്കാനുള്ളത്. ദെൻ നേരത്തെ നമ്മൾ ആദ്യമേ കണ്ട ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ മേഖല, സാഹിത്യ മേഖല, എന്താ അല്ലേ 5 മാർക്കിന് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ പ്രിലിമിനറി പരീക്ഷയ്ക്ക് നല്ല വൃത്തിയായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കറണ്ട് അഫയേഴ്സ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മെയിൻസ് ക്ലിയർ ചെയ്യാം, അടിപൊളിയായിട്ട് നമുക്ക് ജോലി സെറ്റ് ആക്കുകയും ചെയ്യാം അല്ലേ. അതായത് ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിന് വരുന്നുണ്ട്. നേരത്തെ പഠിച്ച
സയൻസിലെ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്താ അല്ലേ? ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും കേരളത്തിലുണ്ടായ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ അവിടെ പഠിക്കണം. പിന്നെ ഭൗതിക ശാസ്ത്ര, രസതന്ത്ര, ആറ്റത്തിന്റെ ഘടന തുടങ്ങിയ കാര്യങ്ങൾ അവിടെ പഠിക്കണം. പിന്നെ ദ്രവ്യം, പിണ്ഡം, പ്രവൃത്തി, ഊർജ്ജവും താപവും ഊഷ്മാവും നമുക്ക് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ സൗരയൂഥവും സവിശേഷതകളും ഒക്കെ അവിടെ പഠിക്കണം. പിന്നെ പൊതുജന ആരോഗ്യം, എക്സ്ട്രാ ആയിട്ട് സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലുണ്ടായ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. 10 മാർക്ക്. കണ്ടോ നിങ്ങൾ കണ്ടോ? ഒന്ന് കണ്ണു തുറന്നൊന്ന് നോക്കണേ. അപ്പോ ലഘുഗണിതം സെയിം അത് തന്നെ, നമ്മൾ പ്രിലിംസിനെ കണ്ട സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് അവിടെയും വരുന്നത്. ഓക്കെ, അപ്പോ എന്ത് മനസ്സിലായി മക്കളെ? ഇനിയുള്ള കുറച്ച് നാള്, ഓക്കെ, ഒരു ജനുവരി ഫെബ്രുവരിയിൽ എന്തായാലും എക്സാം ഉണ്ടാവത്തില്ല. ഓക്കെ, മാർച്ച് ഏപ്രിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഏപ്രിൽ മാസത്തിലേക്ക് നമുക്ക് കമ്പനി ബോർഡ് LGS പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇനി ഇതിന്റെ ഇടയ്ക്കായിട്ട് PSCയുടെ കലണ്ടറിനകത്ത് മാർച്ച് എന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. വിത്തിൻ 2 മന്ത് കൊണ്ട്, 2 മാസത്തിനുള്ളിൽ കൊണ്ട് തന്നെ നമുക്ക് സിലബസ് ഫുള്ളി കവർ ചെയ്യാനും പറ്റും, റിവിഷൻ ചെയ്യാനും ആയിട്ട് പറ്റും. അത് കൃത്യമായിട്ടുള്ളൊരു പ്ലാനോട് കൂടി ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ സിലബസ്. ഇപ്പൊ നിങ്ങൾക്കൊരു ആശ്വാസമായി കാണും അല്ലെ? പ്രിലിമിനറി പരീക്ഷ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് ഇതിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ എല്ലാ ദിവസവും ഒരു 10 അല്ലെങ്കിൽ 15 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പഠിക്കുകയാണെങ്കിൽ സെറ്റ് ആണ്. പിന്നീട് അവിടെ ഒരു ടെൻഷന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു 3000 റാങ്കിനുള്ളിൽ തന്നെ കിടന്നാൽ നമുക്ക് ജോലി ഉറപ്പാണ്. പക്ഷെ 3000 ആണ് എന്റെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ പഠിക്കരുത്. ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ വരണം എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കണം നമ്മൾ പഠിച്ച് തുടങ്ങേണ്ടത്. മനസ്സിലായോ? അപ്പൊ അതിനായിട്ട് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എന്റെ കൂടെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് സ്പെഷ്യൽ ബാച്ച് ജനുവരി 1 ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. അവിടെ മോർണിംഗ് ലൈവ് സെഷൻസും ഈവനിങ് ലൈവ് സെഷൻസും എക്സാംസും സ്റ്റഡി പ്ലാനും മെന്റർഷിപ്പും വേണ്ടുന്ന എല്ലാം, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടുന്ന എല്ലാം നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൽ ലഭിക്കും. അപ്പോൾ ബാച്ചിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കയ്യിലുള്ള സിലബസ് വെച്ചിട്ട് ആദ്യം പോയി പ്രിന്റ് എടുക്കുക. സിലബസ് പ്രിന്റ് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നമ്മുടെ ആപ്പിൽ കമ്പനി ബോർഡ് LGSന്റെ ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ടോപ്പിക്കുകളായിട്ട് നിങ്ങൾ കുറച്ച് വീതം പഠിച്ച് തുടങ്ങുക. അതിനുശേഷം നമുക്ക് പിന്നീട് അവിടെ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വിജയ ആശംസകൾ നേരുന്നു. ഇവിടെ നമ്മൾ തോറ്റു പോകരുത്. ഇവിടെ നമ്മളൊന്ന് ആഞ്ഞു ശ്രമിച്ചാൽ നമ്മുടെ ലൈഫ് എന്നത്തേക്കുമായിട്ട് നമ്മളൊരു സക്സസ് എന്നുള്ള രീതിയിലേക്ക് പോവാം. നമുക്കിപ്പോൾ LGS വെറും ലോ പോസ്റ്റ് ആണ് എന്നുള്ള ചിന്തയൊന്നും വേണ്ട. LGS കയറി ഇരുന്ന് സമാധാനമായിട്ട് നിങ്ങൾക്ക് LDC പരീക്ഷയ്ക്ക് പഠിക്കാം. തുടർന്ന് വരുന്ന വലിയ എക്സാമുകൾക്ക് നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഒരു കയ്യിലൊരു ജോലി സേഫ് ആയിട്ട് വരുമാനം കിട്ടിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയേ. ഒന്നും വരുമാനമില്ലാതെ വീട്ടുകാരുടെ ബുദ്ധിമുട്ട്, വീട്ടുകാരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ച് ബുദ്ധിമുട്ടി പഠിക്കുന്നതിൽ നല്ലതല്ലേ ഒരു ഗവൺമെന്റ് ജോബ് നേടി ആ ജോബിൽ നിന്നുകൊണ്ട് പഠിക്കുക എന്നുള്ളത്. സോ അതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് പേര് അങ്ങനെയാണ് മുകളിലത്തെ പോസ്റ്റുകളിലേക്കൊക്കെ എത്തുന്നത്. അതുകൊണ്ട് നിങ്ങളും ഈ ഒരു ജോലിനെ നിങ്ങൾ ചെറുതായി കാണണ്ട. ഒരു ജോലി എന്തുകൊണ്ടും നമ്മളുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടും നല്ല ഒരു കാര്യമാണ്. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.